10-ാം ദശകത്തിലെ 8-ാമത്തെ ശ്ലോകം. വാണീദേവിയുടെ ജനനത്തെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ധർമാദികാനഭിസൃജന്നഥ കർദമം ച വാണീം വിധായ വിധിരംഗജ സങ്കുലോ ത്വദ്ബോധിതേ സനക ദക്ഷമുഖൈസ്തനൂജൈഃ ഉദ്ബോധിതശ്ച വിരരാമ തമോ വിമുഞ്ജൻ. അഥ പിന്നീട് വിധി ബ്രഹ്മാവ് ധർമാദികാൻ ധർമ്മദേവൻ തുടങ്ങിയവരെയും കർദമം ച കർദമനെയും അഭിസൃജന് സൃഷ്ടിച്ചുകൊണ്ട് വാണിയും വിധായ വാണിദേവിയെ സൃഷ്ടിച്ച് അങ്കജ സങ്കുലഃ അഭൂത് കാമസങ്കുലനായി തീർന്നു. ത്വദ്ബോധിതൈഹി നിന്തിരുവടിയാൽ ബോധിപ്പിക്കപ്പെട്ട സനക ദക്ഷ മുഖൈഹി തനൂജൈഹി സനകൻ ദക്ഷൻ തുടങ്ങിയ പുത്രന്മാരാൽ ഉദ്ബോധിതനായി തമഹ വിമുഞ്ചൻ തമോ വികാരത്തെ ഉപേക്ഷിച്ച് വിരമിക്കുകയും അതിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു. അതായത് ബ്രഹ്മാവ് ധർമ്മം അധർമ്മം മൃത്യു മുതലായവരെയും കർദമനെയും സൃഷ്ടിച്ചു. പിന്നീട് സൃഷ്ടിക്കപ്പെട്ടത് സരസ്വതീ ദേവിയാണ്. സരസ്വതീ ദേവിയിൽ തനിക്ക് തന്നെ കാമം തോന്നി അദ്ദേഹം മൂഢനായി ചമഞ്ഞു. എന്നാൽ ഭഗവത് അനുഗ്രഹം കൊണ്ട് വിവേകം സിദ്ധിച്ച സനകാദികളും ദക്ഷാദികളും ബ്രഹ്മാവിന് ധർമ്മോപദേശം നൽകി. ലോകർക്കെല്ലാം നിന്ദ്യമായ സ്വപുത്രീ കാമത്തിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചു. തമോ ഗുണം എന്ത് പാപത്തെ തന്നെ ഉണ്ടാക്കുകയില്ല അല്ലേ? ഈ കാലത്ത് ഒരു ധർമ്മബോധവുമില്ലാതെ തമോ ഗുണം മൂർച്ഛിച്ച അവസ്ഥയിൽ പല മനുഷ്യരും പല രീതിയിലുള്ള മൂഢമായ തമോ ഗുണപ്രധാനമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവ ഇല്ലാതാക്കുവാൻ ഭഗവാൻ തന്നെ കനിയണം. തീർച്ചയായും അവരെ ആ പ്രവൃത്തികളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഭഗവാൻ സഹായിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ധർമാദികാനഭിസൃജന്നഥ കർദമം ച വാണീം വിധായ വിധിരംഗജ സങ്കുലോ ഭൂത് ത്വദ്ബോധിതേ സനക ദക്ഷമുഖൈസ്തനൂജൈഃ ഉദ്ബോധിതശ്ച വിരരാമ തമോ വിമുഞ്ജൻ.